ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഹീൽസ് പോലും ഇല്ലായിരുന്നു ഫസ്റ്റ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. സീറോന്ന് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരിടം ഞാൻ ലുലുവിലൊക്കെ പോയിട്ട് റാമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ലൈക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വട്ടം എന്നെ കൊണ്ട് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ. ഓഡിഷന് സെലക്ട് ആയി ആദ്യത്തെ ഒരാഴ്ച പിന്നെ കോണ്ടാക്ട് ഇല്ല. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സെലക്ട് ആയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓഡിഷന് റൂട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ പ്രാന്താണെന്ന് പറഞ്ഞ് നോക്കാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു, നീ എന്തിനാ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം? കാരണം എന്നെ 4 പേര് നോക്കുമ്പോഴത്തേന് എൻ്റെ ആ ഒരു പേടി എനിക്ക് മാറിക്കിട്ടണം. കാരണം എനിക്ക് ആ സ്റ്റേജിൽ നടക്കുമ്പോൾ അതിനൊക്കെ ആൾക്കാർ മേ ബി കാണുമായിരിക്കും. എനിക്ക് മനസ്സിലായത് അവർക്കെല്ലാം വേണ്ട ഒരു രജിസ്ട്രേഷൻ ഫീ. അവർക്ക് ഇപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ വളരണമെന്നോ ആഗ്രഹമില്ല. അവർക്ക് ലൈക്ക് അവരുടെ ഷോയിൽ ഇപ്പോൾ ആളത്തെ വെച്ചാൽ മതി. എനിക്കവിടെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ടൈറ്റിൽ വിന്നർ ആയപ്പോൾ എല്ലാവരും പറഞ്ഞു കളറൊന്നും വിചാരിക്കേണ്ട, കളറിലൊന്നും ഇല്ല, കോൺഫിഡൻസ് മതി, ടാലൻറ്റ് മതി എന്നൊക്കെ സംസാരിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സെക്കൻഡും തേർഡും കിട്ടിയ പിള്ളേരെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരെല്ലാം നല്ല ഫെയർ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെ എപ്പോഴും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടിക്ക് അല്ല അവരുടെ ഒരു ഷൂട്ടിന് നമ്മളെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അറിയാവുന്നവരെക്കാൾ കൂടുതൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അറിയാത്തവരായിരുന്നു. എനിക്ക് അറിയുന്നവരിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് അങ്ങനെ കുറവാണ്. എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് ടൈറ്റിൽ കിട്ടിയപ്പോഴാണെങ്കിലും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ എനിക്കൊരു കൺഗ്രാജുലേഷൻ പോലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗായത്രിയാണ്. ഗായത്രി, നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു. മിസ് സൗത്ത് ഇന്ത്യ ടൈറ്റിൽ വിന്നർ ആയില്ലേ? അതെ, ഫാഷൻ ഐക്കൺ അല്ലേ? മിസ്സത്തിന്റെ ഫാഷൻ ഐക്കൺ ടൈറ്റിൽ വിന്നർ. ഞാൻ സത്യം പറഞ്ഞാൽ റീല് കണ്ടപ്പോഴേ, റീലിൽ പഴയ ഒരു രൂപം ഇപ്പോഴത്തെ ഒരു ഇത് കഴിയുമ്പം ഐ എം സോ ഇൻസ്പയർഡ്. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് അയ്യോ ഇത്രയൊക്കെ സാധിക്കുമല്ലേ എന്നുള്ളൊരു ഭയങ്കര ചമ്മലായിരുന്നു. ഈ പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക, ക്യാമറ ഫേസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്കിന്നിൻ്റെ പേരിലൊക്കെ ഭയങ്കര കുറച്ചിലുകളും ഇതൊക്കെ നിന്നെടുത്തുനിന്ന് ഒരാൾ ഭയങ്കര രസമായിട്ട് അതും ചെയ്തപ്പം ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ മത്സരം? മത്സരം നല്ലതായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ ഭയങ്കര സെൽഫ് ഡൗട്ടിങ് ആയിരുന്നു എനിക്ക്. അത് അനൗൺസ് ചെയ്യുന്നിടം വരെ ഓക്കെ, കിട്ടില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പണ്ട് മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ ഡ്രസ്സസ് വെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ പിള്ളേരാണെങ്കിലും ജൂനിയേഴ്സ് ആയാലും ഇങ്ങനെ പറയും, ചേച്ചിയുടെ സ്റ്റൈൽ കൊള്ളാം, ട്രൈ ചെയ്തൂടെ ചോദിക്കായിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ ഡൗട്ട് ഉള്ളത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതുപോലെ ഓഡിഷൻ്റെ കോൾ കണ്ടത്. ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ അവരും പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്ത് നോക്ക്, പറ്റുമെന്ന് അവരൊരു ഉറപ്പ് വന്നു. എന്നിട്ട് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു. ഈ റാം വാക്ക് എന്നൊക്കെ പറയുമ്പം ഒരു പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമകളിലായിരിക്കാം, നമ്മൾ ലൈവോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന റാം വാക്കിനും അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും പഠിച്ചത്? അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആകെ എന്താ പറയാ, ഇങ്ങനത്തെ ഷോസ് കണ്ടിട്ടുണ്ട്. ഒരിടം ഞാൻ ലുലുവിലൊക്കെ പോയിട്ട് റാമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ലൈക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വട്ടം എന്നെ കൊണ്ട് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ. അപ്പൊ അവിടെ ചെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഹീൽസ് പോലും ഇല്ലായിരുന്നു ഫസ്റ്റ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന്. പിന്നാണ് ഞാൻ അറിയുന്നത് ഇത്രയും ചിന്ന ഹീൽസ് വേണം നടക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നടക്കണം. അവർ തന്നെ ഒരു ഗ്രൂമർ ഉണ്ടായിരുന്നു. ഗ്രൂമറാണൊക്കെ പറഞ്ഞു തന്നത്. റൈബൻ റാഫേൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയായിരുന്നു കൊറിയോഗ്രാഫർ ഞങ്ങളുടെ. അപ്പോൾ ഓഡിഷന് സെലക്ട് ആയി ആദ്യത്തെ ഒരാഴ്ച പിന്നെ കോണ്ടാക്ട് ഇല്ല. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സെലക്ട് ആയി എന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓഡിഷന്. പിന്നെ ഒരു ഇവന്റിന് ഒരു 3-4 ദിവസം മുന്നേ അവർ വിളിച്ചിട്ട് ഇതുപോലെ റെഡി ആണോ, നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം, അങ്ങനെയുള്ള സംസാരിക്കുന്നത്. അപ്പോഴാണ് ഓക്കെ ഞാൻ ഓക്കെ എനിക്ക് പോകണം, എനിക്ക് അറ്റൻഡ് ചെയ്യണം ഉണ്ടല്ലോ എന്നൊരു മനസ്സിൽ വരുന്നത്. അങ്ങനെ പോയി ഞാൻ ഡ്രസ്സ് എൻ്റെ പരിപാടിക്ക് ആദ്യമായിട്ട് പോകുന്ന പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് ഇടുന്ന ഡ്രസ്സ് ലൈക്ക് അതൊരു മെമ്മറബിൾ ആണെന്ന് ഭയങ്കര ഇതുണ്ടായി. അതുകൊണ്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു. അവർ തന്നൊരു ഡിസൈനറിൻ്റെ കയ്യിൽ തയ്പ്പിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് തലേദിവസം ഒരു ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ ആദ്യമായിട്ട് അതിൻ്റെതായിട്ട് പിന്നെ ഹീൽസ് ഇട്ട് ഞാനങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ അവരൊരു 4 to 5 അത്രയും പൊക്കമാണ് പറയുന്നത്. അത്രയും ഇട്ടിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ സ്ട്രിപ്പില്ലേ കളമശ്ശേരിയിലെ, അവിടെ റോട്ടിൽ പോയി ഞാൻ വൈകുന്നേരം റോട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ പ്രാന്താണെന്ന് പറഞ്ഞ് നോക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്കപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു. കാരണം എൻ്റെ ആ ഒരു ചമ്മല് മാറണം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ എന്തിനാ അവിടെ പോയി പ്രാക്ടീസ്? കാരണം
എന്നെ 4 പേര് നോക്കുമ്പോഴത്തേന് എൻ്റെ ആ ഒരു പേടി എനിക്ക് മാറിക്കിട്ടണം. കാരണം എനിക്ക് ആ സ്റ്റേജിൽ നടക്കുമ്പോൾ അതിനേക്കാൾ ആൾക്കാർ മേ ബി കാണുമായിരിക്കും അവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റോഡിൽ തന്നെ നടന്നു. വൈകുന്നേരം ഒരു 6-7 മണി വരെ ഞാൻ നടന്ന് എൻ്റെ കാല് പൊട്ടി. എൻ്റെ ആദ്യം ഞാൻ യൂസ് ചെയ്ത ഹീൽസ് പൊട്ടി. അയ്യോ. എന്നിട്ട് 0 എന്ന സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യില്. ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ എല്ലാം ഞാനിങ്ങനെ ലൈക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് കുറെ കാര്യങ്ങൾ. എന്നിട്ട് പറ്റുന്ന പോലെ മാക്സിമം ചെറുതായിട്ട് വാങ്ങിക്കൂട്ടി ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ പോലെ അഫോർഡബിളിൻ്റെ കാര്യം പറഞ്ഞു, പ്രൈസ് എല്ലാവർക്കും മോഡലാകാൻ താല്പര്യമുണ്ട്. പക്ഷെ പലർക്കും ഭയങ്കര ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതിൽ ഫീച്ചേഴ്സാണ് നമ്മൾ കൂടുതൽ മെഷർ ചെയ്യുന്നത്. അതായത് ഇപ്പം എനിക്കൊന്ന് പണ്ട് കാലത്തൊക്കെ കൂടുതലും ഈ ഭയങ്കര 0 സൈസ് എന്ന് പറയും. പിന്നീട് ഫ്രീ സ്റ്റൈൽ വന്നു, പ്ലസ് സൈസ് വന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു ആഗ്രഹം കൊണ്ട് ഇവരൊക്കെ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും അവർ പറയുന്നത് ഓരോ ഫാഷൻ റാമ്പുകളും അല്ലെങ്കിൽ ഓരോന്നും ഭയങ്കര എക്സ്പെൻസീവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പ് പോലെയാണ്. മനസ്സിലായി, നമ്മൾക്കറിയില്ല, നമ്മൾ ആഗ്രഹം കൊണ്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ ആഗ്രഹിച്ച് വരുവാണെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിനെ ഒരു മാനേജ് ചെയ്യേണ്ടത്? അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും ശരി, ഇത് ഇനിയിപ്പോൾ ഈവൻ ഇഫ് അതൊരു നമ്മൾ പോയതൊരു തെറ്റായ ഒരു ആൾക്കാരുടെ കൂടെയാണ്, പ്രോജക്റ്റിൻ്റെ കൂടെയാണെങ്കിൽ നമ്മളതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്? കൊച്ചിയിൽ ഞാൻ നോക്കിയിട്ട് നല്ല രീതിക്ക് ഇഷ്ടംപോലെ ലൈക്ക് മോഡലിംഗ് കമ്പനീസ്, ഏജൻസീസും ഉണ്ട്. എല്ലാം അവർ പറയും ഫ്രഷേഴ്സിന് കുഴപ്പമില്ല. ലൈക്ക് എനിക്ക് മനസ്സിലായത് അവർക്കെല്ലാം വേണ്ട ഒരു രജിസ്ട്രേഷൻ ഫീ. ലൈക്ക് അവർക്ക് ഇപ്പൊ നമ്മുടെ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ നമ്മൾ വളരണമെന്നോ ആഗ്രഹമില്ല. അവർക്ക് ലൈക്ക് അവരുടെ ഷോയിൽ ഇപ്പൊ ആളത്തെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള അങ്ങനെ പോയി ചാടരുത്. ലൈക്ക് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ വരുമ്പോ എന്തായാലും നമ്മൾ ഇനിഷ്യൽ പേയ്മെന്റ് മുടക്കേണ്ടി തന്നെ വരും. ഞാനും മുടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മിസ് സൗത്ത് ഇന്ത്യയിലേക്ക് അങ്ങനെയുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ എന്തായാലും അവർക്ക് ഒരു രജിസ്ട്രേഷൻ ഫീ കാണും. ഇപ്പൊ നമുക്ക് പ്രൈമറി ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾക്ക് എന്തായാലും നമ്മൾ മുടക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഈ അങ്ങോട്ട് പൈസ മേടിച്ച് മാത്രം ചെയ്യുന്നത് മാക്സിമം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ ഒരു 3-4 ഷോ പോയതാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കവിടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല. പോകുന്നു, ഞാൻ ആ ലൈക്ക് ഇപ്പോൾ ഒരു ഡിസൈനർ ഷോ ആണെങ്കിൽ ഡിസൈൻ വെയർ ചെയ്യുന്നു, അത് അവിടെ എന്താ പറയാ റാമ്പ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇത് തന്നെ, പോകുന്നു തിരിച്ചു വരുന്നു. അല്ലാണ്ട് ഇപ്പൊ എനിക്കൊരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ എനിക്ക് ഈ മോഡലിംഗ് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേന് എനിക്കായിട്ട് അവിടെ ഒന്നും പറ്റുന്നില്ല. എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഇപ്പൊ ഇങ്ങനെ കുറെ ആഡ് കാണും, ഇൻസ്റ്റയിലായാലും കുറെ പേര് ഈ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ എന്താ പറയാ പരസ്യമൊക്കെ കാണും. സോ അങ്ങനെ ആരും ചെയ്യരുത്. മാക്സിമം നോക്കുക. നല്ല പാടാണ് സോർട്ട് ഔട്ട് ചെയ്യാൻ. കാരണം പലർക്കും ആഗ്രഹമാണല്ലോ, ഇപ്പൊ സിനിമ പോലെ തന്നെ എല്ലാവരും ചെന്ന് എത്തിപ്പെടും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് എല്ലാത്തിനും ഭയങ്കര റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ എനിക്കറിഞ്ഞൂടെ, ഞാൻ ആദ്യം പോയത് എന്തോ ഭാഗ്യത്തിന് അഡിസൺ എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയ കമ്പനി വഴിയാണ് പോയത്. നല്ല ആൾക്കാരായിരുന്നു, നല്ല വൃത്തിക്ക്. ലൈക്ക് ദയാ മാം എന്നാണ് അവിടുത്തെ മാനേജറിന്റെ പേര്. മാം ഒരു മോഡലായിരുന്നു, ഇപ്പോൾ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അവരുടെയാണ് കമ്പനി, ഐ ഗസ് അങ്ങനെ തോന്നി, എനിക്ക് അറിഞ്ഞൂടോ. അപ്പോൾ പുള്ളിക്കാരി അവിടെ ചെന്ന് ഗ്രീൻ സ്ക്രീൻ പരിപാടി ഇവിടെ ഇല്ല, പേടിക്കണ്ട എന്നുള്ള രീതി. എനിക്കും ഭയങ്കര ഫിയർ ആയിരുന്നു. ഞാൻ ഇവിടെ പോയാലും ഇതുപോലെ എൻ്റെ ഒപ്പം ആരെങ്കിലും വേണം, എനിക്കെല്ലാം ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ അവിടെ പോയി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം, പേടിക്കണ്ട എന്നുള്ള രീതി അവർ തന്നെ എനിക്ക് അഷുറൻസ് തന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇപ്പം ഇവിടുത്തെ ഈ മത്സരത്തിൽ എത്രത്തോളം എമൗണ്ട് മുടക്കാൻ, നമ്മൾക്ക് ഇപ്പം ജോലി ചെയ്യുകയാണ്, ഈ ജോലിയിൽ നിന്നുള്ളൊരു വരുമാനം, പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് അതിന് ലീവ് വേണം, എല്ലാ കാര്യങ്ങളും അതെങ്ങനെയാണ് മാനേജ് ചെയ്ത്? ഇപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത ഒരു കോമ്പറ്റീഷന് മാത്രമേ ഉള്ളൂ ഇത്ര ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ തലേദിവസം ഒരു ഗ്രൂമിങ് ഉണ്ടായിരുന്നു, രാവിലെ ഒരു കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു, അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 2-3 കോമ്പറ്റീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഒരു 1 വീക്കോളം ഡ്യൂറേഷൻ അവർ പറയുന്നുണ്ട്. പോട്ടെ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം, 2 ദിവസം സ്റ്റേ ചെയ്ത് ഗ്രൂം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് കോമ്പറ്റീഷനിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ പക്ഷെ വരുമ്പോഴത്തേനും ഒരു 50K എങ്കിലും മിനിമം ആവും. അത്രയും ഈ മിസ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ പോട്ടെ ഈ മിസ് ഇന്ത്യ മറ്റേ ഒറിജിനൽ OG ഷോസ് ഇല്ലേ, OG ഷോസിന് എന്തായാലും ഒരു 1 വീക്കോളം ടൈം എടുത്തിട്ട് അവർ ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഐ ഗസ് ലീവൊക്കെ എടുക്കുന്നത് കുറച്ച് ഇതാണ്. എല്ലാവരും പലർക്കും ഈ എന്താ പറയുക സ്പോൺസേഴ്സിനെ കിട്ടിയാലൊക്കെയാണ് പലരും. ഇപ്പം ഈ ഒരു
ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നിരുന്നോ, അല്ലെങ്കിൽ എന്തിനെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിന് വരുന്നോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരും ഇല്ല, വിളിച്ചില്ല. നമുക്ക് അവിടെ വെച്ച് സത്യം പറഞ്ഞ ടൈറ്റിൽ വിന്നർ ആയപ്പോ എല്ലാരും പറഞ്ഞു കളറിലൊന്നും ലൈക്ക് കളറൊന്നും വിചാരിക്കേണ്ട, കളറിലൊന്നും ഇല്ല, കോൺഫിഡൻസും അതിന്റെ ടാലന്റും മതി എന്നൊക്കെ സംസാരിക്കാൻ കുറെ പേരുണ്ടായിരുന്നു. ഒരു ഷൂട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിന് വിളിക്കാന്ന് വെച്ചപ്പോ ഞാൻ നോക്കിയപ്പോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സെക്കൻഡും തേർഡും കിട്ടിയ പിള്ളേരെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരെല്ലാം നല്ല ഫെയർ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളുടെ അടുത്ത് വന്നിട്ട് ഓക്കെ ഇതിൽ നീ വിശ്വസിക്കണം, കുഴപ്പമൊന്നുമില്ല, നീ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ കാണുമ്പോൾ ഒക്കെ അവരുടെ ലൈക്ക് മേ ബി അവർക്ക് അങ്ങനത്തെ ആൾക്കാരായിരിക്കും വേണ്ടത്, തെറ്റായിട്ട് പറയല്ല. അല്ലല്ല, അത് എന്നാലും പക്ഷെ ലൈക്ക് നമ്മളെ എപ്പോഴും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടിക്ക് അല്ല അവരുടെ ഒരു ഷൂട്ടിന് നമ്മളെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഈ പറയുന്ന എല്ലാവരും പറയും, ഇന്നത്തെ കാലത്ത് പറയും നിറത്തിലൊരു കഥയില്ല, നിങ്ങളുടെ കോംപ്ലക്സ് ആണ്. അത് നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ വന്നിരുന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഐ സോ ആൻഡ് സോ, ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അതെന്തിനാ പഴയ കാര്യം പറയുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി പഴയ കാര്യത്തിൻ്റെ ഒരു ടോട്ടൽ തുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതെങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അത് പലരും ആ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾക്കൊപ്പം കിട്ടിയവരെ അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞും അല്ലാത്തവരെ വിളിക്കുകയും നമ്മളെ വിളിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കളറൊക്കെ ഒരു കൺസിഡറേഷനാണ്. അതെ, അപ്പോൾ പിന്നെ എനിക്കും അത്രയും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വന്നു വിൻ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഡൗട്ടിങ് ആയി. ലൈക്ക് പിന്നെ ഞാൻ എനിക്ക് കിട്ടിയിട്ട് ലൈക്ക് എത്ര അംഗീകാരം കിട്ടിയിട്ടും പിന്നെ എന്തിനാ എന്നെ മാറ്റി നിർത്തുന്നതെന്നൊരു തോട്ട് എനിക്ക് എപ്പോഴും വരാറുണ്ട്. ശരിക്കും ഈ ഫാഷൻ അല്ലെങ്കിൽ ഒരു മോഡൽ ആവണം അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു? ചില കുട്ടികളുണ്ട് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ ഗ്രൂം ചെയ്ത് അവർ അതിനു വേണ്ടി മാത്രം നിൽക്കും. കാരണം 10-18 വയസ്സിൽ തന്നെ നല്ല രീതിയിലാവുന്ന കുട്ടികളുണ്ട്. അതോ നമുക്കൊരു കരിയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ വരുന്നത് ഒരു കൊച്ചിയിലെ മിഡിൽ ക്ലാസ് അല്ല, ആലപ്പുഴയിലെ മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് ഞാൻ വരുന്നത്. സോ എനിക്ക് സീറോ നോളജ് ആയിരുന്നു ഫാഷനെ പറ്റിയിട്ട് കൊച്ചി വരുന്നിടം വരെ. ഞാൻ ബിടെക് പഠിക്കാനാണ് കൊച്ചി വരുന്നത്. ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈക്ക് ഫാഷൻ ഇങ്ങനെയാണ്, ഫാഷൻ ഇൻഡസ്ട്രി ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം വീട്ടിൽ അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ല. അമ്മയും ചേച്ചിയും ഒക്കെ അറിയാം, അതിനെപ്പറ്റി അറിയാം. എന്നാലും ലൈക്ക് ഇത് സ്റ്റേബിൾ ആണോ, ഇവിടെ പോകുന്നത് നല്ലതാണോ, അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ബിടെക് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് ലൈക്ക് എല്ലാവരുടെയും ഇത് പഠിച്ചതിൽ തന്നെ വർക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അറൗണ്ട് ഇഷ്ടമുള്ള കാര്യം വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ടമില്ലാതെ തന്നെ ഞാൻ ബിടെക് എടുത്തത്. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ബിടെക് എടുക്കുന്നത്. അപ്പോൾ ബിടെക് എടുത്ത് ഓക്കെ അതിൽ തന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ വർക്ക് ചെയ്യാൻ കയറി. പക്ഷെ വർക്ക് ചെയ്യാൻ കയറിയപ്പോൾ എന്തോ ഹാപ്പിനെസ് ഇല്ല. രാവിലെ പോകുന്ന ജോലി എടുക്കുന്നു, തിരിച്ചു വരുന്നു, രാവിലെ പോകുന്ന ജോലി, ഇത് തന്നെ സർക്കിളാണ്, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ ചെയ്യുന്നില്ല. അപ്പോഴാണ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, നിനക്കിത് ഇൻട്രസ്റ്റ് ഇല്ലേ, ട്രൈ ചെയ്തുകൂടെ, ഒന്ന് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഓക്കെ ഫാഷൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് പറ്റുവാണെങ്കിൽ ഒരു സൂപ്പർ മോഡൽ ആവണം, എനിക്കിതെൻ്റെ ഫ്യൂച്ചർ ആക്കി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ ഒന്നുമില്ല, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ട്രൈയിങ് ആണ്. ട്രൈ ചെയ്യുന്നുണ്ട് ചേച്ചി. പക്ഷെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ലൈക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഇങ്ങനെ എന്താ പറയുക, ഈ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉള്ളൊരു പെയിൻ ഉണ്ടല്ലോ കൈൻഡ് ഓഫ്. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ എന്ത്, ആ ഒരു പിന്നെയും ഒരു ഡൗട്ടിങ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊന്നും, അല്ലെങ്കിൽ അമ്മയും ചേച്ചിയും സഹായിക്കും, അച്ഛൻ പറയും ഇതിലൊന്നും ഇതില്ല. എന്തുകൊണ്ടാവാം ഇങ്ങനെ പാരൻറ്റ്, അതായത് അച്ഛൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്ത? ഇപ്പം കൊച്ചു തന്നെ പറഞ്ഞ പോലെ പലരും ഇഷ്ടപ്പെട്ടല്ല ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെട്ട. അത് തീർച്ചയായിട്ടും എനിക്കറിയാം. കാരണം എൻ്റെ ഈ പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വേറെയും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഇഷ്ടപ്പെട്ട ഈ ഫീൽഡിലേക്ക് വരാൻ ഞാനിങ്ങനെ എന്നെ കാന്തം പോലെ വലിച്ചടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. അതെനിക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ്, വേറെ ആർക്കുന്നില്ല. ആ ഹാപ്പിനെസ് എനിക്കുണ്ട്. ആ ഹാപ്പിനെസ് ഞാൻ ചെയ്യുന്ന വർക്കിലുണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റിലുണ്ട്. അതായത് ഓരോ കാൻഡിഡേറ്റിലുള്ള ഓരോ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളുകളിലും ഉണ്ട് എൻ്റെ ടേസ്റ്റും ഫ്ലേവറും. അപ്പോൾ ഈ പേരൻസ് എന്തുകൊണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെയൊക്കെ തന്നെ പഠിച്ച ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ യുദ്ധം ചെയ്താൽ വന്നേ. എങ്ങനെയാണ് അതെന്തുകൊണ്ടാവാം എന്നായിരിക്കും അവരുടെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ നോക്കിയിട്ട് ഗവൺമെൻറ് ജോലിയാണ് ഏറ്റവും സേഫസ്റ്റ് ജോലിയായിട്ട് അവർ കാണുന്നത്. കാരണം ജോലി എടുക്കുമ്പോൾ പൈസ, അത് കഴിയുമ്പോൾ പെൻഷൻ, ലൈക്ക് ലൈഫ് ലോങ് ഒരു സേഫ്റ്റിയാണ് അഷ്വർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അച്ഛനും ഗവൺമെൻറ് ജോലിയോട് താല്പര്യം. PSC പഠിക്ക്, റിസൈൻ ചെയ്തിട്ട് വാ, എന്നിട്ട് PSCക്ക് പോ, PSC എഴുത്.
അങ്ങനെ അങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മിസ് സൗത്ത് ഇന്ത്യക്ക് പോയ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. റീല് കണ്ടിട്ടാണോ വീട്ടുകാർ അറിഞ്ഞേ? അല്ല, ഞാനത് ടൈറ്റിൽ കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ നൈസായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഞാൻ പോയായിരുന്നു, എനിക്ക് കിട്ടിയായിരുന്നു. അവരുടെ ചോദിച്ചാൽ വേറെ ആരും ഇല്ലായിരുന്നു അവിടെ. ആദ്യത്തെ കളിയാക്കൽ എന്തായാലും വീട്ടിൽ നിന്നായിരിക്കും. അത് തീർച്ചയായും നമ്മൾ ആദ്യം കളിയാക്കൽ കേൾക്കുന്ന അവിടെ നിന്നായിരിക്കും. അതെ, വേറെ ആരും ഇല്ലായിരുന്നു, നീ മാത്രമേ ഉള്ളായിരുന്നു. നിനക്ക് ജഡ്ജസിന് എന്താ കണ്ടുകൂടെ, അങ്ങനെ അങ്ങനെ കുറെ ഒക്കെ ചോദിച്ചു. പക്ഷെ ഉള്ളിനുള്ളിൽ മേ ബി ഹാപ്പിനെസ് ഉണ്ടാവും, എന്തോ എക്സ്പ്രസ് ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ചേച്ചി ബാംഗ്ലൂരാണ്, അവളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ലൈക്ക് അവള് വന്നിട്ട് ഡ്രസ്സിന് വേണോ എന്താ വേണ്ടത് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഈ ഫാഷനിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കരിയർ നമ്മൾ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഫോക്കസ്ഡായി, എനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കും, കരിയറും ഉണ്ട്. ഇപ്പം പെട്ടെന്നൊരിത് വന്നാൽ എന്ത് ചൂസ് ചെയ്യും? മോഡലിംഗ് ചൂസ് ചെയ്യും. വേറെ ഒന്നും നോക്കാല്ല. ശരിയാണ്, നമുക്ക് പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി എൻ്റെ ലൈഫ് ലോങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. ലൈക്ക് ഞാൻ ലൈഫ് ലോങ് എന്നെ റിഗ്രറ്റ് ചെയ്യണം. കാരണം എനിക്ക് ദൈവമായിട്ട് ഓക്കെ നിന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചൊരു കാര്യം നിനക്കത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തൊരു കാര്യമില്ലല്ലോ. എനിക്ക് ആ റിഗ്രറ്റിൽ ജീവിക്കാൻ താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ റീൽ ഇട്ടപ്പം റീല് എഡിറ്റ് ചെയ്യുകയാണ്. ഈ റീൽ എഡിറ്റ് ചെയ്തിട്ട് ആരാ എഡിറ്റ് ചെയ്തത് ശരിക്കും? റോ മീഡിയ എന്ന് പറഞ്ഞ സന്ദീപ് എന്നാണ് എൻ്റെ നാട്ടിൽ അറിയാവുന്നൊരു ചേട്ടനെ എഡിറ്റ് ചെയ്ത് തന്നത്. ജസ്റ്റ് എനിക്ക് ഓഡിയോ ഇഷ്ടമായി. എനിക്ക് ഇൻഷോട്ട് മാത്രമേ എഡിറ്റ് ചെയ്യാൻ അറിയത്തുള്ളൂ. ഞാൻ ഇൻഷോട്ട് ചെയ്തിട്ട് ഒരു രസമില്ല കാണാൻ. ഞാൻ വെറുതെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് മേനയാക്കി തരുമെന്ന് ചോദിച്ചു. ഓക്കെ, അത്യാവശ്യം എഡിറ്റിങ് അറിയാം, ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളാ, അപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അയച്ചു തന്നു. 2 ദിവസം തന്നെ ഗാലറി അങ്ങനെ കിടന്നു. ഞാൻ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എനിക്ക് വീഡിയോ ചെയ്യണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ടും ആ ട്രാക്കിലോട്ട് വരുന്നില്ല. അപ്പൊ 3-ാമത്തെ ദിവസം പുള്ളി വിളിച്ചിട്ട് വെച്ച് നീ അത് ഇടുന്നില്ല ചോദിച്ചു. ഞാൻ ഇടാം. അങ്ങനെ വൈകുന്നേരം ഇട്ടു. ഇട്ടിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം എൻ്റെ അക്കൗണ്ടിൽ കൂടി ഇപ്പോൾ 5000-6000 പേര് കാണും, അതിൽ കൂടുതലൊന്നും എത്തൂല. ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നീ കണ്ടോ? എന്ത് കണ്ടോ? ഈ 20K അടിച്ചു. ആദ്യത്തെ ഒരു 5 മണിക്കൂർ തന്നെ 20K എന്തോ ആയി. അങ്ങനെ ബഗ് അല്ലായിരിക്കും ഇൻസ്റ്റയുടെ, പേടിക്കണ്ട, കുറച്ച് റീഫ്രഷ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും പറഞ്ഞു. പിന്നെ 24 hours മുന്നേ ഏകദേശം ഒരു 15-16 മണിക്കൂറിനുള്ളിൽ തന്നെ 1 million അടിച്ചു. ദിവസം രാവിലെ ആയപ്പോൾ 1 million അടിച്ചു. എന്റെ കിളിവേ, ശരിക്കും ഞാൻ ജന്മത്തിൽ ഉദ്ദേശിച്ചില്ല. കുറെ ഇൻഫ്ലുവൻസേഴ്സ് കമന്റ് ചെയ്യുന്നു, അതൊക്കെ കണ്ടപ്പോ ഞാൻ എന്താ പറ്റിയേ, എന്താ ശരിക്കും നടക്കണേന്ന് മനസ്സിലായില്ല. പിന്നെ 2 million ആയി, 3 million ആയി, ഇപ്പൊ 4 million നിൽക്കുന്നു. അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതൊരു കുറേ ആളുകൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്രയോ ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ ക്യാമറയ്ക്ക് ഫ്രണ്ടിലുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്തില്ല. കാരണം എനിക്ക് ഭയങ്കര ചമ്മലുള്ള ആളാണ്. അതായത് ഇങ്ങനെ സംസാരിക്കുമ്പം ഇതൊരു അടച്ച മുറിയാണ്, എന്നൊരു ഒരു വലിയൊരു സദസ്സിലേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ ഞാൻ ചമ്മും, എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം പറഞ്ഞ പോലെ നിറം കൊണ്ട് നമ്മൾ ഒരുപാട് ഷെയിമുകളും അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ മാറ്റി നിർത്തലുകൾ എപ്പോഴും അനുഭവിച്ചു വന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വിചാരിക്കുന്ന വേണ്ട, നമ്മളെ എടുക്കത്തില്ല എന്നൊരു മൈൻഡ് സെറ്റാണ്. അത് നമ്മളുടെ നെഗറ്റീവ് തോട്ടാണ്. അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ ടോട്ടൽ തുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എനിക്കും ആവണം ചേച്ചി. ഞാൻ ഈ റീല് കണ്ടപ്പോൾ തന്നെ, ഞാൻ ഇൻ്റർവ്യൂ അല്ല, ഞാൻ പറഞ്ഞു ചേച്ചി, എൻ്റെ റൂംമേറ്റിനോട് പറയാം, ചേച്ചി എനിക്കും ആവണം ചേച്ചി മോഡൽ, അതിനെ കൊണ്ട് പറ്റുമല്ലോ, നീ ട്രൈ ചെയ്യ് എന്നാ പറയുന്നത്. അപ്പം അത് ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർക്ക് ഇൻസ്പിറേഷനാണ്. അയ്യോ ആ ചേച്ചിക്ക് പറ്റിയല്ലോ. നമുക്കൊരാളെ എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു മോഡലിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കാകാൻ പറ്റുമെങ്കിൽ നമുക്കാകാൻ പറ്റും. ഇവർക്കാകാം എന്നുള്ളത് നിറം മാത്രമാണ് കേട്ടോ, അതാണ്ട് അളവുകോലുകളല്ല പറയണത്. ആ കുട്ടി അങ്ങനെ ഇരുന്നെന്നോ ഇങ്ങനെ ഇരുന്നെന്നോ ഉള്ളതല്ല. അവരുടെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു റീല് കണ്ടിട്ട് വീട്ടിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നാ പറഞ്ഞത്? എപ്പോഴും നമ്മൾ അറിയാവുന്നവരെക്കാൾ കൂടുതലും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അറിയാത്തവരായിരിക്കും. അറിയാവുന്നവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ വളരുന്നതിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പഠിച്ചു ജോലി ചെയ്തു ഞാൻ അതിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ആണെന്നാണ് എനിക്ക് അറിയുന്നതിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് അങ്ങനെ കുറവാണ്. അപ്പം എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്ക് ടൈറ്റിൽ കിട്ടിയപ്പോഴാണെങ്കിലും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വിരലിലെണ്ണാവുന്ന ആൾക്കാരെ എനിക്കൊരു കൺഗ്രാജുലേഷൻ പോലും പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവിടെ നിന്നൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. മേടിക്കണ്ട, വെറും ചങ്കിന് വേദനയായിരിക്കും. ഞാൻ വന്നപ്പോഴേ പറഞ്ഞത് വെറും ചങ്കിന് വേദനയായിരിക്കും. അതും മീതി വേണം, അല്ലെങ്കിൽ അതും നമ്മൾ ഇത് ചെയ്തിട്ട് വേണം നമ്മൾക്ക് നിൽക്കാൻ സാധിക്കാൻ. അല്ലെങ്കിലേ നമുക്കത് നിൽക്കത്തുള്ളൂ. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, അയ്യോ എന്നോട് അവർ പറഞ്ഞില്ലല്ലോ, അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അത് പറഞ്ഞില്ലല്ലോ, അതൊന്നും ഇല്ല. ഇവളൊന്നും ഇല്ല, ആരാണെങ്കിലും XY ആരാണെങ്കിലും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോലെ കുറേ ആളുകൾക്ക് അത് ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഇൻ്റർവ്യൂ കാണുമോ കാണാതിരിക്കുക അതൊന്നും എൻ്റെ പ്രശ്നമല്ല. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് തോന്നി, കാരണം കുറച്ച് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗേൾസിൻ്റെ മെസ്സേജാണ് വന്നത്, ചേച്ചി എനിക്ക് ആകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാവർക്കും എനിക്ക് 100ൻ്റെ അടുത്തെങ്കിലും മെസ്സേജസ് വന്നതാണ്. ഞാൻ കുത്തിയിരുന്ന് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു. ലൈക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഞാനൊരിക്കലും ഒരു പ്രൊഫഷണൽ ആയെന്നോ ഞാൻ വലിയ മോഡലായെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയില്ല. ഞാൻ കുത്തിയിരുന്നേടാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെ വന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ആയിരുന്നു ഞാൻ വന്നതെന്നുള്ള രീതി എല്ലാവർക്കും ഞാൻ കുത്തിയിരുന്ന് ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചു കൊടുത്തു. അതൊരു വലിയ ക്വാളിറ്റിയാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ചോദിക്കുമ്പോൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ക്വാളിറ്റിയാണ്. അത് എല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ല, ആ ചങ്കിന് വേദന ഉണ്ടെങ്കിൽ പറ്റില്ല നമുക്ക്. ഞാൻ കഷ്ടപ്പെട്ടോ, നീക്ക് എങ്ങനെയും വരാം. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു ക്വാളിറ്റിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ പറഞ്ഞ പോലെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഭയങ്കരമായിട്ടും, നമ്മളൊക്കെ പണ്ടത്തെ കാലത്തെ ഫോട്ടോസൊക്കെ വളരെ കുറവ്. ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് കൂടുതൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫിൽറ്റർ അല്ലെങ്കിൽ കൂടിയും നമുക്കൊന്ന് എനിക്ക് പറഞ്ഞില്ല, എൻ്റെ ഈ സൈഡ് നല്ലതാണ്, ഈ സൈഡ് കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ ഒരു ബോധ്യങ്ങളുണ്ടല്ലോ. അന്നൊന്നും അതൊന്നും ഇല്ലല്ലോ. അവർ പറയുന്ന ഫോട്ടോയിൽ ഇങ്ങനെ നിൽക്കണം, എടുക്കണം, പോരണം. അപ്പം എന്നെ സംബന്ധിച്ച് ഏതായാലും ഭയങ്കര ഫീൽ ചെയ്തൊരു സാധനം. ഇപ്പം ഈ ചെറുതിലെ ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, ഫ്രണ്ട്സ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ ചേച്ചി പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ ഫെയർ ആയിട്ടുള്ള പിള്ളേർ നമ്മളിങ്ങനെ മാറ്റി നിർത്തുമ്പോഴത്തേക്കിന് ലൈക്ക് എനിക്ക് മാത്രം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ആ ഒരു തൊട്ട് ഭയങ്കര ഇതായിരുന്നു. എൻ്റെ അമ്മയ്ക്കറിയാം, ഞാൻ +1 എന്നെ വീട്ടിൽ നിന്ന് കുറേ മാറിയിട്ടാണ് പോയത്, +1 +2. അപ്പം ഞാൻ ഇന്ന് വന്ന് കരയും അമ്മയടുത്ത്, എനിക്ക് കൂട്ടുകാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്, എന്നെ കൊണ്ട് പറ്റണില്ല, സ്കൂൾ മാറ്റണം എന്നും വന്ന് കരയും. പക്ഷെ അവസാനമായപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ബോയ്സ് ആണ്. ലൈക്ക് അവരാണ് ഞാൻ നോക്കിയിട്ട് അധികം ജഡ്ജ് ചെയ്യാതെ ഫ്രണ്ട്സ് ആക്കിയിട്ടുള്ളത്. ഗേൾസ് ഇല്ലാന്നല്ല, വിരലിലെണ്ണാവുന്ന ഒരു 3-4 പേരുണ്ട്. അവിടുന്ന് വന്ന് കോളേജ് വന്നപ്പോഴും സെയിം തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. കോളേജ് വന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്ന്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ആ കൊച്ചായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട, ഫ്രണ്ടിൻ്റെ അമ്മ. അപ്പോൾ എനിക്ക് ലൈക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാ, ലൈക്ക് ഞാൻ ഈ കളറായത് ഈ ജാതി മത അത് ആ സംഭവം ഉണ്ട്, പറയുന്നില്ല, വേണ്ട. അപ്പോൾ ആ ഒരു കൂട്ടരോട് മിണ്ടണ്ട, അല്ലെങ്കിൽ ആ ഒരു കൂട്ടരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് തന്നെ ഭയങ്കര ഹേർട്ട് ചെയ്തു. ഓക്കെ, സ്കൂള് പോട്ടെ, അന്നത്തെ ട്രോമസൊക്കെ ഞാൻ പിന്നെയും ആ ഒരു കാലം, നമ്മുടെ കുട്ടിക്കാലം, അല്ലെങ്കിൽ അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടുവിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ പോലും വെച്ചിട്ടില്ല കാര്യം. പക്ഷെ കോളേജ് വന്നപ്പോൾ ലൈക്ക് ഞാൻ ഇത്രയായി എന്നിട്ടും സ്റ്റിൽ എല്ലാവർക്കും ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിരുന്നു. എന്താ പറയുക, എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ കുറേ ടോക്കായി. അതൊക്കെ പറഞ്ഞപ്പോൾ ശരിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഈ കോമ്പറ്റീഷനിൽ കയറുമ്പോഴും എൻ്റെ ആകെ ഉണ്ടായിരുന്ന എയിം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന പോലെ എൻ്റെ ഒരു ഫ്ലെക്സ് വരണം. എൻ്റെ മുഖം കൊള്ളില്ല, അല്ലെ എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന പോലെ, അല്ലെങ്കിൽ കൊച്ചിയിൽ എവിടെയെങ്കിലും എൻ്റെ ഒരു ഫ്ലെക്സ് വരണം, അതവർ കാണണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് എനിക്കത് മനസ്സിലാവും. കാരണം പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത് കുറവാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് കളറ്, റേസസ് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പേരൻസ് പിന്നെയും, അതായത് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ വളർന്ന പേരൻസ്, കുട്ടികളൊക്കെ ഈ അനുഭവിച്ചവർ ചിലപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും, അല്ലാത്തവർ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും മജോറിറ്റി ഓഫ് ദ കുഞ്ഞുങ്ങൾ നല്ല രസമായിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മോളൊക്കെ ഞാൻ 10-15 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. എൻ്റെ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ സ്കൂളിൽ, കോളേജിൽ എന്നൊന്നും മനുഷ്യനായിട്ട് പോലും മതിച്ചിട്ടില്ല. അത് കൊച്ചത് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളാണ്, മനുഷ്യനായിട്ടേ ആരും മതിച്ചിട്ടില്ല. ഞാൻ PG ചെയ്യുമ്പോഴാണ്, ജേർണലിസം ചെയ്യുമ്പോഴാണ് ഞാനൊരു വ്യക്തിയായിട്ട് തന്നെ കൂടെയുള്ളവർ പരിഗണിക്കുന്നത്. PG ചെയ്യുമ്പോൾ അതുവരെ
എനിക്കറിയില്ല. നമുക്ക് ഞാനപ്പോൾ ഓർക്കും ഇനി എൻ്റെ തൻ്റെ ഇടം കൊണ്ടാണ്. ഞാൻ അന്നും തൻ്റെ ഇടിയായിരുന്നു. ആൾക്കാരോട് എന്താടാന്ന് ചോദിച്ചിട്ട് പോകും. ഇനി അതുകൊണ്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്താ പറയുക, നമുക്കതൊക്കെ അറിയാം, ഇതാണെന്ന് അറിയാം. എങ്കിലും നമ്മൾ പൊതുവെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇതുകൊണ്ടായിരിക്കാം, നമ്മുടെ സ്വഭാവം കൊണ്ടായിരിക്കാം എന്നായിരുന്നു അത് മനസ്സിലാവും. പക്ഷെ ഇപ്പം പറഞ്ഞില്ലേ, ഇന്നിപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, ചേച്ചിയുടെ ആങ്കറിങ് അല്ല കറുത്തത്. അതെനിക്കും ഭയങ്കര സന്തോഷം. അത് നമ്മൾ ഇത് പറഞ്ഞതല്ല, എന്താ ഫെയറിൻ്റെ പറയുന്നതല്ല, വരാനുള്ള കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവുക, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നും ഞാൻ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ തിരഞ്ഞെടുത്തത്. കാരണം ഇതിപ്പോൾ പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കും, പിന്നെ പണ്ടത്തെ കാര്യം പറയണമെന്ന്. നമുക്ക് കിട്ടിയ പെയിൻ അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് അത് ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഒരു ടൈറ്റിൽ വിന്നർ ആയിട്ട് പോലും മാറ്റി നിർത്തുന്നുണ്ട്. എൻ്റെ ആ വീഡിയോന്റെ അടിയിലും കുറെ പേര് കമന്റ് ചെയ്തു, ഞാൻ കളറ് വെച്ച് എന്തോ കളറ് വിറ്റ് ജീവിക്കുന്നു, അല്ലെങ്കിൽ കളറ് വെച്ച് വീഡിയോ ചെയ്യുന്നു, എപ്പോഴും കളറിനാണ്. ഓൾറെഡി നെഗറ്റീവ് കുറെ വന്നു. അതായത് എന്ത് ചെയ്താലും നെഗറ്റീവ് പറയും. നമ്മൾ എന്ത് ചെയ്താൽ ആൾക്കാർ ഇപ്പൊ കളർ കൂടിയിട്ടാണെങ്കിൽ പറയും പുട്ടിയിട്ട, അല്ലെങ്കിൽ കളർ കൂടിയതിന്റെ, കളർ കുറഞ്ഞിട്ടാണെങ്കിൽ പറയും കളർ ഇല്ലാത്തതിന്റെയാണ്. ഇനിയിപ്പോ ദാരിദ്ര്യം പറയാം, അത് പറയാണ്. എന്ത് പറഞ്ഞാലും ആൾക്കാർ കുറ്റം പറയും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പൊ ആ ഇട്ടേക്കുന്ന ഫോട്ടോയിൽ പഴയ കാലത്തെ ആളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു എന്താ പറയുക, നമ്മൾ എവിടെ നിൽക്കുന്നു, ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെ അതിജീവിച്ച വിജയത്തിന്റെ കഥ പറയുമ്പോൾ മറ്റു ചിലർക്ക് കറുപ്പിൽ നിന്ന് ഇവളെന്തോ വലിയ സംഭവം കെട്ടിപ്പിടുത്ത പോലെ ഒരു വർത്താനമാണ് പറയുന്നത്. അത് ഉണ്ടാവണം. അതുണ്ടായെങ്കിലല്ലേ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും. അല്ലെങ്കിൽ നമ്മളെല്ലാരും പുകഴ്ത്തിയാൽ എങ്ങനെ നമ്മൾ നമ്മൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു 2017-18 കാലഘട്ടം മുതൽ ഒരുപാട് ഫേസ്ബുക്ക് നമുക്ക് നല്ലൊരു വിസിബിലിറ്റി തന്നതാണ്. കറുത്ത എനിക്ക് ഇപ്പൊ ഭയങ്കര രസമാണ്. ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഗോൾഡിന്റെ ഒരു ഫ്ലെക്സിൽ പോലും കറുത്ത കുട്ടികളോ ഒന്നൊരു മോഡൽസിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ കാര്യമാണ് കേട്ടോ, വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം ലാസ്റ്റ് ഒരു ചേർത്തലയിലൊരു ഇത് ചെയ്തിട്ടുണ്ട് അവർ, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം കറുപ്പ് പറയുന്നു, അത് രാഷ്ട്രീയമാകുന്നു, ജാതി പറയുന്നു, രാഷ്ട്രീയമാകുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടാണ് അവർ കാണുന്നത്. എന്തോ നിരന്തരം പറഞ്ഞത് വാങ്ങിക്കപ്പെടേണ്ടേ, അതല്ല. മുന്നേ പോയവർ അനുഭവിച്ചത് ഇനി വരുന്നവർക്ക് ആ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ പറഞ്ഞില്ല, കുറെ കൂടെ അവർ മാറുന്നുണ്ട്, അവർക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക നന്നായിട്ട്. ഇനിയും വരും, ഞാനല്ലേ, അവസരങ്ങൾ നമ്മളെ തേടി എന്താണെങ്കിലും വരും, വരാതിരിക്കത്തില്ല. അപ്പം ഈ വരുന്ന കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ട്? ഇപ്പം ഇത് മാത്രമല്ല, കളർ മാത്രമല്ല, ഇപ്പോൾ കളറുണ്ടായിട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, എങ്ങനെ ഇത് എത്തപ്പെടണം എന്ന് അറിയത്തില്ലാത്ത, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ലൈക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും എടുത്തു വെക്കുക. ഒരു നമ്മളിപ്പോ പുഷ് ചെയ്യാനിപ്പോൾ കുറേ പേരുണ്ടാവും, നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് പറ്റും. പക്ഷെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാതെ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുക. ഇപ്പോൾ അറിയാവുന്നവർ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ മോഡലിങ് ചെയ്യുന്നവർ കാണും. മാക്സിമം ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക, കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുക എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ലൈക്ക് സേഫസ്റ്റ് വേ ഏതാണ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നടക്കുമായിരിക്കും, ചിലപ്പോൾ നടക്കില്ലായിരിക്കും. നടക്കില്ലെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യുക. ലൈക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ തന്നെ സെൽഫ് കോൺഫിഡൻസ് കൊടുത്തില്ലെങ്കിൽ വേറെ ആരും കൊടുക്കാനില്ല. നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യുക. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് കാരണം സത്യം പറഞ്ഞാൽ എനിക്കിതെല്ലാം കിട്ടുന്നത്. അവൻ എന്താ പറയാ, ഞാൻ സീറോയിൽ നിന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ കൊണ്ട് നിനക്ക് പറ്റും, ഇപ്പൊ ഫിനാൻഷ്യലി ആണെങ്കിൽ എന്താണെങ്കിലും ഒക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഇപ്പോൾ ഒരാൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് ചെയ്യുക. ഇപ്പൊ എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് പോകണം, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവണം. ഇപ്പൊ എൻ്റെ വീട്ടുകാരാണെങ്കിൽ ആരാണെന്ന് കുറ്റം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ ഇപ്പൊ വലിയ ഇപ്പൊ ടൈറ്റിൽ വിന്നർ അല്ല, വലിയ എക്സാമ്പിൾ ഒന്നും ഇല്ല. സോ 4 പേര് കാണുന്ന പോലെ ലൈക്ക് എൻ്റെ ഒരു ഫ്ലെക്സ് പറഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ ഒരു പരസ്യം പറഞ്ഞ എനിക്കും കാണിക്കണം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഡ്രീം ചെയ്യുന്നത് ഒരിക്കലും ഡ്രീമായിട്ട് തീരില്ല, ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെൽഫ് കോൺഫിഡൻസ്, എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. മാക്സിമം ആൾക്കാരോട് ചോദിച്ചറിഞ്ഞിട്ടൊരു കാര്യം ചെയ്യാൻ നോക്കുക. ആദ്യമേ എടുത്തിയാൽ ഇഷ്ടം പോലെ സ്കാം ഇപ്പോൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക, പൈസ കൊടുത്ത് അധികം അങ്ങോട്ട് പോകാതിരിക്കുക. ഓക്കെ, എന്താണെങ്കിലും നീ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചോണ്ടിരിക്കുക. പറഞ്ഞ പോലെ ഫ്ലക്സ് വരും. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ഒന്നിച്ചൊരു റാമ്പിൽ വരട്ടെ.
എനിക്ക് സന്തോഷം. പേടിക്കണ്ട, ഞാൻ കോമ്പറ്റീറ്റർ ആവില്ല. എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാനെല്ലാം അറിയുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഓരോരുത്തരുടെ ആഗ്രഹമാണ് ഓരോരുത്തർ എത്തിക്കുന്നത്. ഇപ്പൊ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലായിരുന്നു ചേച്ചി ആങ്കർ ആവണം. ജേർണലിസ്റ്റ് ആയാണ്, ജേർണലിസ്റ്റ് ആയിട്ട് അറിയപ്പെടണം. ഞാൻ പഠിച്ചത് ഇതാണ്, എനിക്ക് ഇതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം, നല്ലൊരു ജേർണലിസ്റ്റ് ആയിട്ട് അറിയപ്പെടുക. അപ്പൊ ആ ഒരു ആഗ്രഹത്തിലുള്ള ചേച്ചിക്ക് തീർച്ചയായും അതിനൊരു മാറ്റമില്ല. എന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പൊ 4 പേരുള്ള സ്റ്റേജിൽ എനിക്കൊന്ന് നടക്കണം. ലുലുല പരിപാടി റാംവാക്ക് കണ്ടപ്പോ എനിക്ക് അതേപോലെ എനിക്കൊന്ന് നടന്നാൽ മതി. ലൈക്ക് അവിടെ ടൈറ്റിൽ വിന്നർ ആവണമെന്നോ വിന്നർ ആവണമെന്നൊന്നും ഇല്ല. ലൈക്ക് എനിക്ക് നടക്കണം. എൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണോ അതെനിക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും വരും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇനിയും കാണാം. ഇനിയും ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ലൈഫിൽ സന്തോഷം മാത്രമേ ഉണ്ടാവട്ടെ. താങ്ക് യു.